ഇതൊരു ഹാഫ് ഫാക്റ്റ് പറഞ്ഞാൽ അതൊരു ഒരു ഫുൾ സത്യമാവില്ല. കേന്ദ്ര സർക്കാർ 9 കൊല്ലം ഞാൻ പറഞ്ഞ കാശ് പറഞ്ഞല്ലോ, അതിലാർക്കും ഒരു ഡിസ്പ്യൂട്ട് ഇല്ലല്ലോ. പക്ഷേ കേന്ദ്ര സർക്കാർ ഫൈനാൻസ് മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട്, ഒരു രീതിയുണ്ട്, നിങ്ങൾ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അയക്കണം, ഓഡിറ്റ് ചെയ്യണം. ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ്, ഇന്നും ഇവിടെ സപ്ലൈകോൻ്റെ ഓഡിറ്റ് 5 കൊല്ലമായിട്ട് നടന്നിട്ടില്ല. ഓഡിറ്റ് ചെയ്യില്ല, കാശ് ചിലവാക്കേണ്ട കാശ് എവിടെ ചിലവാക്കി എന്ന് പറയാൻ ഡേറ്റ കൊടുക്കില്ല, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല. പിന്നെ അത് അവിടെ എന്താ ഒരു സഖാവുമാരുടെ ബാങ്കാണോ സെൻട്രൽ ഗവൺമെൻറ്? അവിടെ ഒരു രീതിയുണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. ആ പ്രോസസ്സ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? കാരണം ആ കാശ് നിങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് സത്യം. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രസ് കോൺഫറൻസ് വഴി ഒരു ചർച്ചയല്ല. ഞാൻ ഇന്നൊരു ഡയറക്റ്റ് ചാലഞ്ച്, ഒരു വെല്ലുവിളി മുഖ്യമന്ത്രിയോട്, നിങ്ങളൊരു ഡിബേറ്റ് ചെയ്യൂ. എല്ലാ ഫാക്റ്റ് നിങ്ങളുടെ അടുത്തുള്ള കയ്യിലുള്ള എല്ലാ ഫാക്റ്റും കൊണ്ടുവന്ന് എൻ്റെ ഒപ്പം ഒരു ഡിബേറ്റ് ചെയ്യൂ. ഞാൻ ഒരു ചാലഞ്ച് ആയിരുന്നു. മാധ്യമ സുഹൃത്ത് ഇത് ഇൻവൈറ്റ് ചെയ്യൂ. നിങ്ങൾ ലൈവ് ആയിട്ട് ഒരു ഡിബേറ്റ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. സത്യം ആര് പറയുന്നു, ഈ നുണയുകൊണ്ട് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചാലഞ്ച് ചെയ്യുന്ന രാഷ്ട്രീയം ആര് ചെയ്യുന്നു എന്ന് കൃത്യമായി അതിൻ്റെ വ്യക്തത ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഒരു പകുതി ഫാക്റ്റ് കൊണ്ട് ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു കടമെടുക്കുന്ന ഒരു സംസ്ഥാനം ഈ ഇന്ത്യയിലില്ല. കർണാടക പോലെ ഒരു ഇക്കോണമി, 8 ലക്ഷം കോടിയാണ് അവിടെ കടം. കേരള പിണറായി വിജയൻജി മുഖ്യമന്ത്രി ആവുമ്പോൾ 1.4 lakh crores ആയിരുന്നു ടോട്ടൽ കടം. ഇന്നത് 5 ലക്ഷം കോടിയാവുന്നു. അപ്പോൾ കടം 92% ഇന്ന് കേരളത്തിൻ്റെ ബഡ്ജറ്റ് പോകുന്നത് എന്തിനാണ്? ഡെറ്റ് സർവീസും ഇൻട്രസ്റ്റും. 8% മാത്രമേ ഉള്ളൂ ഡെവലപ്മെൻറ്റിനും വികസനത്തിനും, ആശുപത്രി ഉണ്ടാക്കാനും, ആരോഗ്യ മേഖലയ്ക്കും, വിദ്യാഭ്യാസം. പിന്നെ ഇനി കടം എടുത്താൽ ആരുടെ തലയിലാണ് ഈ കടം പോകുന്നത്? വരാൻ പോകുന്ന തലമുറൻ്റെ തലയിലല്ലേ? 100% പിന്നെ ഡെറ്റ് സർവീസിനാണോ ബഡ്ജറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്? വികസനം വേണ്ടേ? ആരോഗ്യ മേഖലയിൽ തകർന്നു കിടക്കുന്ന ആരോഗ്യ മേഖലയിൽ ആശുപത്രിയും മരുന്നെല്ലാം നമുക്ക് അതിന് കാശ് വേണ്ടേ? വിദ്യാഭ്യാസ മേഖലയിൽ പിന്നെ എഡ്യൂക്കേഷൻ മന്ത്രി തന്നെ പറഞ്ഞു, ശിക്ഷാ മന്ത്രി തന്നെ പറഞ്ഞു 75% സ്കൂൾ അൺസേഫ് ആണെന്ന്. അതിന് ചെലവ് ചെയ്യാൻ കാശ് വേണ്ടേ? അപ്പോൾ 3 ഇരട്ടി കടം വാങ്ങുമ്പോൾ ഇനിയും കടം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഞാൻ. പറഞ്ഞ പോലെ ഇത് കഴിവില്ലായ്മേൻ്റെ ഒരു ലിമിറ്റാണ്, ഇൻകോമ്പറ്റൻസിൻ്റെ ഒരു ഹൈ ലിമിറ്റാണ്. ഇത് പറയാൻ എനിക്ക് ഒരു മടിയില്ല. 92% ആണ് ഇന്ന് സർക്കാർ സ്പെൻഡ് ചെയ്യുന്നത് ഫിക്സ്ഡ് എക്സ്പെൻസസിൽ. 8% മാത്രമാണ് ഡെവലപ്മെൻറ്റിന് വേണ്ടി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 95% ഈ നാട്ടിൻ്റെ വികസനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ആ മാറ്റം കൊണ്ടുവരണ്ടേ? അതിനെക്കുറിച്ച് ചർച്ച നടക്കണ്ടേ? അടുത്ത 90 ദിവസം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനെക്കുറിച്ചൊരു ചർച്ച, ഒരു ഓപ്പൺ ചർച്ച. ഞങ്ങൾ ശരിയായിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് കൃത്യമായി ജനങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു ചർച്ച നടക്കണം. ഇത് പുതിയ തലമുറയും വരാൻ പോകുന്ന കുട്ടികളെ ബാധിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ്. നമ്മളുടെ ഇക്കോണമി എങ്ങോട്ട് പോകുന്നു? 10 കൊല്ലം ഭരിച്ച CPM എവിടുന്ന് തുടങ്ങി എവിടെ കൊണ്ടുവച്ചു നമ്മൾ ഇക്കോണമിനെ? അത് ഒരു ചർച്ച നടക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം.